Welcome back to my channel, English Grammar Teaching and Learning. Today, I would like to give some questions as exercise. ഇന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പൂർത്തീകരിച്ച 11ാമത്തെ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തപ്പോൾ അതിനകത്ത് ആർട്ടിക്കിൾ ഫില്ല് ചെയ്യാനായിരുന്നു ക്വസ്റ്റ്യൻ. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് നമ്മൾ ആർട്ടിക്കിളിൻ്റെ ഡെഫിനിറ്റ് ആർട്ടിക്കിൾ, ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾസും പഠിച്ചു കഴിഞ്ഞു. അതെവിടെയൊക്കെ ഉപയോഗിക്കണം, വേറെവർ വി ഷുഡ് യൂസ് ഡെഫിനിറ്റ് ആർട്ടിക്കിൾ ദി ആൻഡ് ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾസ് എ ആൻഡ് ആൻ. അതുമായി ബന്ധപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസാണ് നമ്മളിന്ന് തരാൻ പോകുന്നത്. യെസ്, വെൽക്കം. ഫിൽ അപ്പ് ദി ബ്ലാങ്ക്സ് വിത്ത് അപ്രോപ്രിയേറ്റ് ആർട്ടിക്കിൾസ്. നിങ്ങളുടെ അനുയോജ്യമായ ആർട്ടിക്കിൾ ചേർത്തിട്ട് ഈ ബ്ലാങ്ക്സ് ഫില്ലപ്പ് ചെയ്യാനാണ് ക്വസ്റ്റ്യൻ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. അപ്പോൾ ആർട്ടിക്കിൾസ് എന്ന് പറഞ്ഞാൽ ഡെഫിനിറ്റും ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾ. ഇതിലേത് എ ആണോ, ആനാണോ, ദി ആണോ? ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഡാഷ് ബേർഡ് ഇൻ ദി ഹാൻഡ് ഈസ് വർത്ത് 2 ഇൻ ഡാഷ് ബുഷ്. അതാണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ. അപ്പോൾ കയ്യിലിരിക്കുന്ന ഒരു പക്ഷിയെ വിട്ടിട്ട് കുറ്റിച്ചെടിയിലിരിക്കുന്ന 2 പക്ഷികളെ പിടിക്കാൻ പോവുക. അതൊരു ഫ്രൈസാണ്. അപ്പോൾ അവിടെ ഫില്ലപ്പ് ചെയ്യുക. രണ്ടാമത്തത്, സ്റ്റിച്ച് ഇൻ ടൈം സേവ്സ് 9. നമ്മൾ പറയത്തില്ലേ, സൂചി കൊണ്ട് എടുക്കേണ്ടത് തുമ്പ കൊണ്ട് എടുക്കുക. അത് കൃത്യസമയത്ത് ചെയ്യേണ്ടത് ചെയ്യുക. സ്റ്റിച്ച് ഇൻ ടൈം സേവ്സ് 9. മൂന്നാമത്തത്, ഡാഷ് മാൻ കെയിം ആൻഡ് നോക്ക്ഡ് അറ്റ് ദി ഡോർ. ഫോർത്ത് വൺ, ഡോഗ് ഈസ് ഫെയ്ത്ത്ഫുൾ ടു ഹിസ് മാസ്റ്റർ. അഞ്ചാമത്തത്, ഓൺലി ഡാഷ് ഇൻഫൻട്രി മാൻ നോസ് വാട്ട് വാർ ഈസ്. സിക്സ്ത് വൺ, പാരറ്റ് ക്യാൻ റിപ്പീറ്റ് വാട്ട് യു സേ. സെവൻത് വൺ, ഡാഷ് എഡ്യൂക്കേറ്റഡ് I should teach dash illiterate. Then 8th one, oligarchy is dash rule of dash many by dash few. 9th one, we want dash help of dash few volunteers. 10th one, this is dash historical occasion. ഇതാണ് ഈ 10 ക്വസ്റ്റ്യൻസ്. ആദ്യമായിട്ട് അപ്പോൾ ഈ 10 ക്വസ്റ്റ്യൻസ് തുടർന്ന് നമ്മൾ ഒരു 25 ക്വസ്റ്റ്യൻ. നെക്സ്റ്റ്, യെസ്, നെക്സ്റ്റ് 11ാമത്തെ ചോദ്യം, ആഫ്റ്റർ ഡാഷ് ഇയർ ഓർ 2 ഡാഷ് ക്വസ്റ്റ്യൻസ് ക്യാൻ ബി റീകൺസിഡേർഡ്. ആഫ്റ്റർ ഡാഷ് ഇയർ ഓർ 2 ഡാഷ് ക്വസ്റ്റ്യൻസ് ക്യാൻ ബി റീകൺസിഡേർഡ്. 12ാമത്തെ ചോദ്യം, ഹി ഈസ് ഡാഷ് റിയൽ ഹിറ്റ്ലർ. 13, മുസോളിനി വാസ് ഡാഷ് ഹിറ്റ്ലർ ഓഫ് ഇറ്റലി. 14, ഡാഷ് ഹയർ യു ക്ലൈംബ് ഡാഷ് കോൾഡർ ഇറ്റ് ഈസ്. 15, ദർ വാസ് ഡാഷ് അഗ്ലി സ്കാർ ഓൺ ഡാഷ് ഫേസ് ഓഫ് ഡാഷ് പ്രിസണർ. 16, വി ഷുഡ് ഹാവ് കമ്പാഷൻ ഫോർ ഡാഷ് പുവർ. 17, ഡാഷ് ആമസോൺ ഡാഷ് ലോങ്സ്റ്റ് റിവർ ഇൻ ഡാഷ് വേൾഡ്. Next question, 18th, in dash park I saw dash one-eyed man. In dash park I saw dash one-eyed man. 19th question, he reads dash Bible every day. 20, Frank is dash American but Robinson is a dash dash European. Next one, Bombay is dash Manchester of India. 22nd question, he has been appointed for dash year in the first instance. Next 23rd, I cannot remember dash story which he told. I cannot remember dash story which he told. 24, dash longest has dash shortest night.
dash longest has dash shortest night. 25th, the corruption of dash best becomes dash worst. Next question. I saw a elephant in this. ഇവിടെ ആദ്യം ഞാനൊരു 25 ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് തന്നു. അത് ഫിൽ അപ്പ് ദി ബ്ലാങ്ക്സ് വിത്ത് സ്യൂട്ടബിൾ ആർട്ടിക്കിൾ. അവിടെ ഫില്ലപ്പ് ചെയ്യാനാണ്. ഇവിടെ കറക്റ്റ് ദി ഫോളോയിങ് സെൻറ്റൻസിൽ തെറ്റുകളുണ്ട്. ആ തെറ്റുകൾ ആർട്ടിക്കിൾ അനുയോജ്യമായ സ്ഥലത്തെ ഉപയോഗിക്കുക. അപ്പോൾ ഇവിടെ ഒമിഷനും ഉണ്ട്. ഒന്നുകിൽ ആർട്ടിക്കിൾ വേണ്ടാത്ത സ്ഥലത്ത് നിന്നത് ഒഴിവാക്കുക, ആർട്ടിക്കിൾ വേണ്ടിടത്തെ ഉപയോഗിക്കുക. അപ്പോൾ സെൻറ്റൻസ് വായിച്ച് നോക്കിയിട്ട് ആർട്ടിക്കിൾ നെസസറി ആയിട്ടുള്ളിടത്ത് യു ഹാവ് ടു യൂസ് ഇറ്റ്. വേണ്ടാത്തടത്ത് ഇഫ് വി ഡോണ്ട് വാണ്ട് വി ഹാവ് ടു അവോയ്ഡ്. അതാണ് ഇനിയുള്ള 10 ക്വസ്റ്റ്യൻ നമ്മൾ തന്നിരിക്കുന്നത്. ഫസ്റ്റ് വൺ, ഐ സാ എ എലഫന്റ് ഇൻ ദി സൂ. ഐ സാ എ എലഫന്റ് ഇൻ ദി സൂ. രണ്ടാമത്തത്, വേർഡ്സ്വർത്ത് റോട്ട് പോയംസ് ഓൺ ദി ബ്യൂട്ടി ഓഫ് ദി നേച്ചർ. ഓൺ ദി ബ്യൂട്ടി ഓഫ് ദി നേച്ചർ. നെക്സ്റ്റ്, വാട്ട് ബ്യൂട്ടിഫുൾ പിക്ചർ ഇറ്റ് ഈസ്. വാട്ട് ബ്യൂട്ടിഫുൾ പിക്ചർ ഇറ്റ് ഈസ്. ഫോർത്ത് വൺ, in few years he became a richest merchant. In few years he became a richest merchant. Fifth one, more I hear pop music, less I like it. More I hear pop music, less I like it. Next one, umbrella is of no use in thunderstorm. Seventh one, Livingstone was great explorer. എട്ടാമത്തത്, what kind of a bird is that? Next, he is a best friend of mine. He is a best friend of mine. 10th one, of the two brothers Shyam and Ram, former is good man but latter is very selfish fellow. അങ്ങനെ നമ്മൾ ആർട്ടിക്കിളിൻ്റെ 11ാമത്തെ ചോദ്യത്തിൽ, അതായത് PSCയുടെ 11ാമത്തെ ചോദ്യമായിരുന്നു ആർട്ടിക്കിൾ ഫില്ലപ്പ് ചെയ്യാൻ. ആർട്ടിക്കിളിൻ്റെ മുഴുവൻ നിയമങ്ങളും നമ്മൾ പഠിച്ചു. പിന്നെ 14 15 റൂൾസ് നമ്മൾ അതുമായി ബന്ധപ്പെട്ട് പഠിച്ചു. ഡെഫിനറ്റ് ആർട്ടിക്കിളിൻ്റെ മാത്രം. പിന്നെ ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾസ് കുറേ റൂൾ പഠിച്ചു. എവിടെയൊക്കെ അത് ഉപയോഗിക്കേണ്ട എന്നുള്ളത് പഠിച്ചു. അപ്പോൾ നിങ്ങൾക്ക് ഒരു 25 ക്വസ്റ്റ്യൻസ് ഫില്ലപ്പ് ചെയ്യാൻ തന്നു. കൂടാതെ ഇത് കറക്റ്റ് ചെയ്യാൻ, കറക്റ്റ് ദി ഫോളോയിങ് സെൻറ്റൻസസ് എന്ന് പറഞ്ഞിട്ട് 10 ക്വസ്റ്റ്യൻ തന്നു. ഇതിലേതെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറഞ്ഞാൽ അതിൻ്റെ ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ നൽകും. ചെയ്ത് പൂർണ്ണമായിട്ടും ക്ലാസ് ആദ്യം കേൾക്കുക, അതിനുശേഷം ഇത് ഒന്ന് ഫില്ലപ്പ് ചെയ്യാൻ ശ്രമിക്കുക. പൂർണ്ണമായിട്ടും നിങ്ങൾക്ക് കറക്റ്റാക്കാൻ പറ്റും. ഈ 25 10 35 ചോദ്യങ്ങൾ നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നു. നിങ്ങൾ ആവശ്യപ്പെട്ടാൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുന്നതനുസരിച്ച് ബാക്കി എക്സ്പ്ലനേഷൻ ഞാൻ നൽകുന്നതായിരിക്കും. ഓക്കെ, please subscribe, share and support me. I hope that you understood this class. Thank you.